നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പ്രചാരണം ആവേശക്കൊടുമുടിയിൽ എത്തിക്കാൻ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പര്യടനം തുടരുകയാണ്. മൂന്നാം ഘട്ട പ്രചാരണത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി ഇന്ന് തൃശൂർ, പാലക്കാട് ജില്ലകളിലെത്തും. കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി. LDFന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ധർമ്മടം മണ്ഡലത്തിൽ പിണറായിയുടെ റോഡ് ഷോയും, പത്തനംതിട്ടയിൽ വീണ ജോർജിനെതിരെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനയും ആശമാരും പ്രചാരണത്തിനിറങ്ങി. പത്തനംതിട്ട ആറന്മുളയിൽ UDF സ്ഥാനത്തെ അബിൻ വർക്കിക്ക് വേണ്ടിയാണ് ഹർഷിന പ്രചാരണത്തിനെത്തിയത്. ആശാസമരക്കാരും അബിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ട കേൾക്കുന്ന അമ്മമാരെയും സഹോദരി സഹോദരന്മാരെയും, വലിയൊരു പ്രസംഗത്തിനോ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനോ ഒന്നും വന്നതല്ല. പക്ഷേ ഇവിടെ എനിക്ക് വിഷ്ണു വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ വിഷ്ണു, ഹർഷിന എവിടെയൊക്കെ അബിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങും? പത്തനംതിട്ട ജില്ലയിൽ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന ആറന്മുളയിൽ പോരാട്ടം കടുക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയുള്ള വികാരം നിയോജകമണ്ഡലത്തിൽ ആഞ്ഞടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർക്കപ്പുറം ആരോഗ്യവകുപ്പിനെതിരെ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ തന്നെ രംഗത്തിറങ്ങിയിരുന്നു. ഇപ്പോൾ ഹർഷീന ഇപ്പോൾ ആറന്മുള നിയോജകമണ്ഡലത്തിൽ അബിൻ വർക്കിക്കായി പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. വളരെ വികാരം തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയുള്ള, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നാട് കൂടിയാണ് ആറന്മുള നിയോജക മണ്ഡലം. അവിടെ ഹർഷീന തന്നെ നേരിട്ട് ഈ പറയുന്ന പ്രചരണത്തിനിറങ്ങുമ്പോൾ വലിയ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ പ്രചരണത്തിനിറങ്ങിയിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? നമ്മൾ നേരിട്ട നീതി നിഷേധത്തിനെതിരെ ശക്തമായ പ്രതിഷേധം എന്നുള്ള നിലക്ക് തന്നെയാണ് നമ്മൾ കോഴിക്കോട് നിന്ന് ഇത്രയും വേദന അനുഭവിക്കുന്ന ഒരു പ്രയാസ അവസ്ഥയിലും ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക്, നമ്മളെ സഹായിച്ചവർക്ക്, സാധാരണ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കാണ് നമ്മളെ വോട്ട്. അല്ലാതെ പറഞ്ഞു പറ്റിച്ച് അവഗണിച്ച് അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ രാഷ്ട്രീയം കാണിക്കുന്നവർക്കല്ല. നമ്മളിവിടെ ഒരു രാഷ്ട്രീയമില്ല, നമ്മളെ വേദനയാണ് രാഷ്ട്രീയം. അപ്പോൾ ഇത്രയും ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും ഇത്രയും വലിയൊരു ദുരന്തം അനുഭവിച്ച എനിക്ക് ഒരു നീതി നൽകാൻ കഴിയാത്ത, അതും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തിരുന്നുണ്ട് നമ്മളെ കൂടെയാണെന്ന് വാക്കുകൊണ്ട് മാത്രം പറഞ്ഞ് നമ്മളെ പ്രവൃത്തി കൊണ്ട് വഞ്ചിച്ച അവർക്കെതിരെ ആവട്ടെ നമ്മൾ വോട്ട് എന്നുള്ളതാണ്. അത് അഭ്യർത്ഥിക്കാൻ വേണ്ടി തന്നെയാണ് അഭിനർക്കിയാട്ടെ വോട്ട്. ഏതായാലും വളരെ വൈകാരികമായി ആരോഗ്യവകുപ്പിൽ നിന്ന് തനിക്കുണ്ടായ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഹർഷീന ഓരോരുത്തരടുത്തും വോട്ടുകൾ തേടുന്നത്. അബിൻ വർക്കിക്ക് ഈ ഹർഷീനയുടെ വരവ് വലിയ തരത്തിൽ തന്നെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആശാപ്രവർത്തകരും അല്പസമയത്തിനകം നിയോജക മണ്ഡലത്തിലെത്തും. അങ്ങനെ അവരും വോട്ടുകൾ തേടും. കഴിഞ്ഞ ദിവസം കണ്ണൂർ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകർ എത്തിയിരുന്നു. വളരെ വൈകാരികത്തോട് തന്നെയായിരുന്നു ആറന്മുളയിലെ ഓരോ ജനങ്ങളും അതിലടക്കമുള്ള KSU പ്രവർത്തകരെ വരവേറ്റത്. അതുപോലെ തന്നെ ആയിരിക്കും ഹർഷീനയുടെ വരവും വലിയ തരത്തിൽ തന്നെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളം വൈകാരികമായിട്ട് തന്നെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീനയുടെ അവസ്ഥ. 25ാമത്തെ വയസ്സിൽ ഹർഷീനയ്ക്ക് ഉണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആറന്മുളയിൽ ഓരോ വോട്ടർമാരെ ഹർഷീന കാണുമ്പോൾ അത് അബിൻ വർക്കിക്ക് വോട്ടായി മാറും എന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകൾ കണക്ക് കൂട്ടുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഹർഷീനയുടെ ഭാഗത്തു നിന്ന് ആരോഗ്യമന്ത്രിക്കുണ്ടായിരിക്കുന്നത്. കോഴിക്കോടും തിരുവനന്തപുരത്തും വലിയ തോതിൽ തന്നെ ഹർഷീനയുടെ നേതൃത്വത്തിൽ സമര പരിപാടികളെല്ലാം നടന്നിരുന്നു. ആ ഹർഷീന അബിൻ വർക്കിക്ക് വേണ്ടി UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ കളത്തിലിറങ്ങുമ്പോൾ അത് അബിൻ വർക്കിക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി UDF പ്രവർത്തകരെല്ലാം ചേർന്ന് തന്നെ ഹർഷീനെ സ്വീകരിച്ചു. ഏതായാലും ഇപ്പോൾ വീടുകളും അതുപോലെ തന്നെ കടകളൊക്കെ കേന്ദ്രീകരിച്ച് തന്നെ ദുരവസ്ഥകൾ പറഞ്ഞുകൊണ്ട് വോട്ടുകൾ തേടിയാണ് ഹർഷീന.